എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കൂട്ടുകാർക്കായിട്ട് നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസുമാണ് സമ്മാനമായിട്ട് ലഭിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും മത്സരത്തിൽ പങ്കെടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ നിബന്ധനകൾ അറിയാൻ വേണ്ടിയിട്ടും മത്സരത്തിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്ത ഗൂഗിൾ ഫോം ലിങ്ക് പൂരിപ്പിക്കുക. നിബന്ധനകൾ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം കൂട്ടുകാർ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുക. എല്ലാ കൂട്ടുകാരെയും നമ്മൾ നടത്തുന്ന ക്വിസ് മത്സരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പം തന്നെ എല്ലാ കൂട്ടുകാരും താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ചാന്ദ്രദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം കൽപ്പന ചൗള. ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 11. രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത്? ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. നിലവിൽ ISROയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ എസ് സോമനാഥ്. ISROയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആരാണ്? ഉത്തരം MGK മേനോൻ. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി എന്താണ്? ഉത്തരം ഗഗൻയാൻ. ചാന്ദ്രയാൻ 2 അതിലെ റോവറിന്റെ പേര് എന്താണ്? ഉത്തരം പ്രഗ്യാൻ. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. ഇത് US-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം മൈക്കിൾ കോളിൻസ്. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം കൽപ്പന 1. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം ഏത്? ഉത്തരം മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രപേടകം ചന്ദ്രനിൽ എത്തിയത് എന്നാണ്? ഉത്തരം 1969 ജൂലൈ 21 അപ്പോളോ 11 എന്ന പേടകത്തിൽ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സെലനോളജി. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? ഉത്തരം സിറിയസ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും
ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഉത്തരം വിക്രം സാരാഭായി. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബുധൻ, ശുക്രൻ. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആര്? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഉത്തരം ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാൻ. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് ഏത് വർഷം? ഉത്തരം 1961. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിൽ. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദ്യ ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏതാണ്? ഉത്തരം സരൾ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിന്റെ പേര് എന്താണ്? ഉത്തരം അപ്സര. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ഉത്തരം അനുഷ അൻസാരി. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശിൽ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം എഡ്യൂസാറ്റ്. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഷൂമാക്കർ ലെവി 9. ആദ്യ കൃത്രിമോപഗ്രഹം ഏതാണ്? ഉത്തരം സ്പുട്നിക് 1. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കോപ്പർനിക്കസ്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 12. അപ്പോൾ കൂട്ടുകാരി, ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ക്വിസ് മത്സരത്തിന് സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും ഒക്കെ നേടാൻ കൂട്ടുകാർക്ക് ആഗ്രഹമില്ലേ? എല്ലാ കൂട്ടുകാരും അതുകൊണ്ട് തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിബന്ധനകൾ കൃത്യമായി വായിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുത്ത് മത്സരത്തിൽ പങ്കെടുക്കുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും ക്വിസ് മത്സരത്തിന് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൂട്ടുകാരുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.